Good afternoon, all. Okay, good afternoon. Patient satisfaction survey discuss survey. Survey discuss patient satisfaction survey benefits for a patient and a hospital. Survey patients in hospital. വ്യത്യസ്തമായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സോ അതിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ ഡിസ്കസ് ചെയ്തില്ലേ. സെക്കൻഡ് പോയിന്റ് തുടങ്ങി നമുക്ക് എടുക്കാം. ഓക്കെ, എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, വർദ്ധിച്ച ലാഭക്ഷമത നേടിയെടുക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് വർദ്ധിച്ച ലാഭക്ഷമത നേടിയെടുക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നത്? സർവേ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും അല്ലെ. കണ്ടന്റഡ് പേഷ്യൻസ് eventually lead to increased profits for hospitals. In many ways, the first contented patient show up for their appointments, which means that hospitals do not lose money on 100 hours during that. അതായത് കണ്ടന്റഡ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അല്ലെ. അവര് തീർച്ചയായിട്ടും നമുക്കറിയാം എപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ ഹോസ്പിറ്റലിനെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഫസ്റ്റ്ലി എന്താണ് അവർ പറയാൻ കാരണം? ഫസ്റ്റ്ലി അവർ പറയുന്നത് കണ്ടന്റഡ് പേഷ്യൻസ് ഷോ അപ്പ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ. അവര് ഇവിടെ എന്തെങ്കിലും വയ്യായികയൊക്കെ വരുമ്പോൾ നമ്മുടെ അവര് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണോ അവിടെ തന്നെ വരാനായിട്ട് ശ്രമിക്കും അല്ലേ. ശരിയല്ലേ? അവിടെ തന്നെ വരാനല്ലേ അവർ ശ്രമിക്കുള്ളൂ. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹോസ്പിറ്റലിലെ സേവനം തൃപ്തികരമാണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ പോകാനായിട്ട് പ്രിഫർ ചെയ്യും അല്ലെ. അപ്പൊ കണ്ടന്റഡ് പേഷ്യൻസ് ഇവന്റ്ലി ലീഡ് ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് പറയുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഫസ്റ്റ്ലി കണ്ടന്റഡ് പേഷ്യൻസ് ഷോ അപ്പ് ഓഫ് ദെയർ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ. അവരുടെ അപ്പോയിന്റ്മെന്റ്സ് അവിടെ തന്നെ വരാനായിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ വരാനായിട്ട് ശ്രമിക്കുന്നു. വിച്ച് മീൻസ് ദാറ്റ് hospitals do not lose the money on 100 hours during the day. ഓക്കെ, ഒരു ദിവസവും കേസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരും പേഷ്യൻസ് ആരും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നില്ല. അവിടെ വന്നുകൊണ്ടിരുന്ന പേഷ്യൻസ് തന്നെ വൈകാരികൾ എന്തെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ റൂട്ടീൻ ചെക്കപ്പിനൊക്കെ ആ ഹോസ്പിറ്റലിൽ തന്നെ വരും. വീണ്ടും പറയാണ് സെക്കൻഡ്, they also provide grant reviews and patient satisfaction survey results that leads to new patients acquisitions and improved insurance reimbursement. Okay, അവരുടെ ആ നല്ല രീതിയിലുള്ള അവലോകനം അല്ലെ, സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൊക്കെ റിസൾട്ടുകളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റു പേഷ്യൻസ് അല്ലെ അവിടെ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ റിവ്യൂകൾ നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറാണ്, നല്ല അഭിപ്രായമാണെന്നൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ കണ്ട് മറ്റു പേഷ്യൻസ് വരാനായിട്ടുള്ള സാധ്യതകൾ. തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി വന്ന് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിനെ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ കണ്ടന്റഡ് പേഷ്യൻസ് ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുക. പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയാൽ വീണ്ടും അവര് ആ ഹോസ്പിറ്റലിൽ തന്നെ പ്രിഫർ ചെയ്യും. അവരുടെ റിവ്യൂ ഒക്കെ നോക്കി വരാൻ ഉദ്ദേശിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ ഒക്കെയാണ് ബെറ്റർ ആണെന്ന് കാണും അവര് വരാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ആൾക്കാരുടെ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻഷുറൻസ് പാർട്ടിയൊക്കെ അവിടെ കൃത്യമായിട്ട് വരികയും അല്ലെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ ആ ഹോസ്പിറ്റലിനെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ രീതിയിലാണ് ഫസ്റ്റ് കണ്ടന്റഡ് പേഷ്യൻസ് ഷോ ദെയർ അപ്പോയിന്റ്മെന്റ്സ്. സെക്കൻഡ്ലി പറയുന്നത് എന്താണ്? ഗ്രാന്റ് റിവ്യൂ അല്ലെ. അവരുടെ ഗ്രാന്റ് റിവ്യൂ കണ്ടു കഴിയുമ്പോൾ മറ്റു പേഷ്യൻസ് അവിടെ വരാനായിട്ട് സാധിക്കുന്നു. Then improved insurance reimbursement. അങ്ങനെ
ഹോസ്പിറ്റലിനെ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? അല്ലേ? യെസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ. എന്താണ് എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ എന്ന് പറയുന്നത്? അതായത് സ്റ്റാഫുകളുടെ അല്ലെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനായിട്ട് സാധിക്കണം. എങ്ങനെയാ? ജനറേറ്റിംഗ് എ പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ ഡസ് നോട്ട് ഹാവ് ടു കം അറ്റ് ദ കോസ്റ്റ് ഓഫ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. എന്താ അവിടെ പറയുന്നത്? കോസ്റ്റ് ഓഫ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കൾച്ചർ അല്ലെ നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് കൊടുക്കണമെങ്കിൽ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെ പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ട് തന്നെയുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആകും. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. In fact, taking steps to involve and to motivate your staff is a crucial part of delivering outstanding patient care. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ട് പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയായിരിക്കും സ്റ്റാഫുകൾക്കും ആ രീതിയിലുള്ള മോട്ടിവേഷൻ ആയിരിക്കും അവിടെ അവൈലബിൾ ആകുന്നത്. Health care settings are often high stress environments. Training and strengthening the employees, making them able to perform their jobs to the best of their abilities and makes them feel valued and increases staff retention. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ പേഷ്യൻസിന് നല്ല സേവനങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നു അല്ലെ. സ്റ്റാഫുകൾ മുഖേന നല്ല സേവനങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ നല്ല സേവനങ്ങൾ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം സ്റ്റാഫുകളുടെ ഇടയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ അല്ലെ അവർക്ക് സ്പീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് നന്നായിട്ട് തന്നെ ഇന്ന കാര്യങ്ങൾ മിഷൻസ് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല, സോ അവർക്ക് ഇന്ന ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കണം എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും മാനേജ്മെന്റിന് ബോധ്യമാവുകയും അവരെന്ത് ചെയ്യും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ശക്തി അല്ലെ സ്റ്റാഫുകളുടെ ശക്തി വർദ്ധിപ്പിക്കും. അതായത് അവർക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് പേഷ്യൻസിന് നല്ല സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. So their job to their best to their ability and to make them feel valued and to increase the staff retention. So തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു കാര്യം തന്നെയായിരിക്കും എംപ്ലോയീസ് അല്ലെ അവിടെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിന് നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുന്നത് അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സർവീസ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ എന്താ പ്രത്യേകത? അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ഡീൽ ചെയ്യും. അവർക്ക് എന്തൊക്കെയാണ് ട്രെയിനിങ് ഒക്കെ അഡീഷണൽ ആയിട്ടൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി അവരുടെ നീഡ്സും അല്ലെ അവരുടെ ഡിസൈഴ്സും അവരുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി മാനേജ്മെന്റ് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർ നല്ല രീതിയിലുള്ള സേവനം തന്നെയായിരിക്കും പേഷ്യൻസിനെ കൊടുക്കുന്നത്. ഹോസ്പിറ്റലിലാവുമ്പോൾ സർവീസ് ആയിട്ട് വരുന്നത് അല്ലെ സേവനങ്ങൾ ലഭ്യമാക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പേഷ്യൻസ് ആണ്. സോ അവർക്ക് നല്ല സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കും. അത് മാത്രമല്ല പേഷ്യൻസ് ഒക്കെ ഹാപ്പി ആവുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സ്റ്റാഫുകളും ഹാപ്പി ആകും അല്ലെ. വാല്യൂഡ് അവരുടെ ഫീൽസ് അല്ലെ അവരുടെ മനോവിഭാഗത്തിലെല്ലാം തന്നെ നല്ലൊരു മനോഭാവമായിട്ട് ഉണ്ടായിരിക്കാം. സോ സ്റ്റാഫുകളെല്ലാം തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും അല്ലെ. അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. Experienced staff know how to carry out attentive service, patient-focused service that help to boost patient satisfaction scores. Okay, നല്ല എക്സ്പീരിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാൻ സാധിക്കും അല്ലെ. ശരിയല്ലേ? അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല എക്സ്പീരിയൻസും ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ അവർക്ക് നല്ല രീതിയിലുള്ള സേവനം തന്നെ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അല്ലെ കേന്ദ്രീകൃതമായിട്ടുള്ള സേവനങ്ങൾ തന്നെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ സ്കോർസ് എന്ന് പറയുന്നത് ഒന്ന് ഹൈ ലെവൽ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ ആണോ? അപ്പൊ എന്തൊക്കെയാണ് ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയി മേക്ക് ദം എബിൾ ടു പെർഫോം ദെയർ ജോബ് ബെസ്റ്റ് ടു ദെയർ എബിലിറ്റി അല്ലെ. അവരെ ഏറ്റവും മാക്സിമം കഴിവോട് കൂടിയിട്ട് പേഷ്യൻസിന് സേവനം ലഭ്യമാക്കാനായിട്ട് സാധിക്കും. എന്ത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്.
നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകൾ തീർച്ചയായിട്ടും പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കും. അങ്ങനെ വരുമ്പോൾ പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ എന്താവും, വർഷം കൂടി ഇൻക്രീസ് ചെയ്യും. തീർച്ചയായും ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 2 പോയിന്റ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എൻഹാൻസ് സ്റ്റാഫ് മൊറൈൽ ആൻഡ് ഇൻക്രീസ് ദ പ്രോഫിറ്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, ഹയർ പ്രൊഡക്ടിവിറ്റി. എന്താണ് ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്? ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. എങ്ങനെയാണ് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുക? Investing in training and software to make better the patient's experience can also increase the staff and provide productivity in the organization. പറഞ്ഞു അല്ലെ, ഇപ്പൊ തീർച്ചയായിട്ടും ഒരു സ്റ്റാഫ് വർക്കിന് വന്നു, അവിടെ സ്റ്റാഫുകൾക്ക് മതിയായ സാലറി ഒക്കെ മാസം കൊടുത്ത് അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അവിടെ ഇൻ കേസ് പൊതുവെ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനോ ആ പൊതുവെ നല്ല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് ഒക്കെ എംപ്ലോയീസിന് കൊടുക്കാനോ ഒന്നും താല്പര്യപ്പെടാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നമുക്കറിയാം, ഇടയ്ക്ക് വെച്ച് അവിടെ വരുന്ന പേഷ്യൻസ് ഒക്കെ നല്ല നല്ല സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവും, അങ്ങനെ സാധ്യത ഉണ്ടാവുമോ? മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ചെറിയ വേരിയേഷൻസ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിർവഹിക്കണം അല്ലേ? അല്ലേ? എന്നാലല്ലേ പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. സമയത്തിന്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് അല്ലെ, ഒരുപാട് ടൈം എടുത്തുകൊണ്ടുള്ള സേവനങ്ങളൊന്നും താല്പര്യപൂർവ്വം ആഗ്രഹിക്കില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് എ ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് കാൻ ഓൾസോ ഇൻക്രീസ് ദ സ്റ്റാഫ്. എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് ഒക്കെ അതിലേക്ക് കൂടി നിക്ഷേപിക്കുമ്പോൾ സ്റ്റാഫുകളുടെ കഴിവുകൾ അല്ലെ, എക്സ്പീരിയൻസുകളൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. And provide a productivity in the organization. അങ്ങനെ ഉത്പാദനക്ഷമതയുള്ള എംപ്ലോയീസ് ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, if hospital execute secure online appointments scheduling and patient messaging, staff may spend as much as 50% less time on the phone with the patient. ഓക്കെ, നമുക്കറിയാം പഴയ കാലഘട്ടത്തിലൊക്കെ പേഷ്യൻസ് വന്ന് അല്ലെ ഷീറ്റൊക്കെ എടുത്ത് പോകുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം എല്ലാം സോഫ്റ്റ്വെയറിന്റെ അവൈലബിലിറ്റി അല്ലെ, അതിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചുള്ള രീതിയിലാണ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ജസ്റ്റ് ഒരു സമയം കൊണ്ട് തന്നെ സ്റ്റാഫുകൾക്കൊക്കെ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. Consequently, staff can perform extra tasks which allows us to run a learner office. തീർച്ചയായിട്ടും നമുക്കറിയാം, ജസ്റ്റ് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന ടൈം കൊണ്ട് തന്നെ വേറെ കുറെ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുന്നു. കാരണം എന്തുകൊണ്ട് ലിമിറ്റഡ് ടൈം കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുള്ളൂ. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് അത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. വീണ്ടും കൂടാതെ പറയുന്നുണ്ട്, ബിസൈഡ്സ് ഹോസ്പിറ്റൽ റിസൾട്ട് ദ പേഷ്യന്റ് നോ ഷോ ആൻഡ് ലേറ്റ് ക്യാൻസലേഷൻസ്, hospital have less dead time in scheduling and can maximize the patient time and related billing. ഓക്കെ, ഇൻ കേസ് പേഷ്യൻസിന് വരാൻ പറ്റുന്നില്ലെങ്കിൽ അതും പെട്ടെന്ന് തന്നെ ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ നടത്തി അല്ലെ, അവിടെ ബില്ലിംഗ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യാനൊക്കെ അധികം സമയം വേണ്ട. കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ സ്റ്റാഫുകൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ നല്ല ഉത്പാദനക്ഷമതയോട് കൂടിയിട്ട് നല്ല സമയം നല്ല ബെറ്റർ ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലേ, ഹൈ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സ്റ്റാഫുകൾക്ക് അധികം സമയം അവിടെ ചെലവഴിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, ഹൈ പ്രൊഡക്ടിവിറ്റി ആണോ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. എന്താണ് അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത്? റെപ്യൂട്ടേഷൻ. ഓക്കെ, റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രശസ്തി അല്ലെ. നമുക്കറിയാം പ്രശസ്തി തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ല പേര് കേട്ട ഹോസ്പിറ്റലാണ് എങ്കിൽ എവിടെ നിന്നും അല്ലെ നല്ല ഡോക്ടറുടെ സേവനമാണ്, അല്ലെങ്കിൽ അധികം സമയമൊന്നും എടുക്കാതെ നല്ല രീതിയിൽ സേവനങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും അല്ലെ. അവിടെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു
റെപ്യൂട്ടേഷൻ ആണ് എല്ലാവരുടെയും ഇടയിലേക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ്. സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് പല രീതിയിലും ഇവരുടെ ഈ സ്ഥാപനത്തിന്റെ പേര് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയിൽ, ഫ്രണ്ട്സിന്റെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കയറുമ്പോഴേ പലതരത്തിലും ഈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരവരുടെ കൃത്യമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെ അത് തീർച്ചയായിട്ടും മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യും. ഫസ്റ്റ് CHPS എന്താ അത് കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽ കൺസ്യൂമർ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് and system. Hospital consumer assessment of healthcare providers and system. Okay, clearly ാണോ? ആരെങ്കിലും ചെയ്തു പോയെങ്കിലൊന്ന് നോട്ട് ചെയ്തൊന്ന് മെസ്സേജ് അയക്കാം, ബാക്കിയുള്ളവർക്കൊക്കെ നോട്ട് ചെയ്യാൻ പറ്റും. ഇതെന്താണോ ഉദ്ദേശിക്കുന്നത്? അതായത് ആരോഗ്യ സംരക്ഷണ ദാതാക്കളുടെയും സംവിധാനങ്ങളുടെയും ആശുപത്രി ഉപഭോക്തൃ വിലയിരുത്തലാണ്. അതായത് ആശുപത്രി സംരക്ഷണ ദാതാക്കൾ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, നഴ്സുമാര് അല്ലെ, എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ വിലയിരുത്തലുകളാണ്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലാണ്. സ്റ്റാൻഡേർഡ് സർവേ ഡെവലപ്ഡ് ബൈ US അല്ലെ, അത് നമുക്കറിയാം. US ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സർവേ മെത്തേഡ് ആണിത്. അതായത് ഇതിൽ എല്ലാവരുടെയും വിലയിരുത്തലുകളാണ് അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അവർക്ക് തന്നെ ഹോസ്പിറ്റലിനെ തന്നെ കൃത്യമായിട്ട് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ പേഷ്യൻസിന്റേതായിട്ടുള്ള അനുഭവങ്ങൾ അവർക്കും അറിയിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ വരുമ്പോഴേ തീർച്ചയായിട്ടും പബ്ലിക് ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കും. അല്ലേ? ശരിയല്ലേ? നമുക്കറിയാം ചിലര് എന്നോട് ആദ്യം തന്നെ കുറെ റിമാർക്സ് അല്ലെ, ഒരു പ്രധാനമായിട്ടും ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം അവരവരുടെ സ്ഥാപനത്തിന് കൃത്യമായിട്ട് തന്നെയായിരിക്കും വിലയിരുത്തുന്നത് അല്ലെ, അതായത് അവരുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് തന്നെയായിരിക്കും. പക്ഷെ പേഷ്യൻസ് അവരുടെ അനുഭവങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കൃത്യം ഒന്നുകൂടി നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അത് എത്രത്തോളം അവർ പറയുന്നതൊക്കെ കറക്റ്റ് ആണ് അല്ലെ, അവരുടെ സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സേവനങ്ങളൊക്കെ എത്ര തൃപ്തികരമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അല്ലെ? ശരിയല്ലേ? പേഷ്യൻസ് പറയുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി ഉൾക്കൊള്ളാനായിട്ട് പറ്റും. എല്ലാം ഇതില് എല്ലാം അല്ലെ, എല്ലാവരുടെയും വിലയിരുത്തല് പരാമർശിക്കുന്നുണ്ട്. സോ റെപ്യൂട്ടേഷൻ നമുക്കറിയാം, പ്രശസ്തി. തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി, ഈ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള പേര് മറ്റുള്ളവരിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സ്കോഴ്സ് അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം അതിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഹോസ്പിറ്റലിന്റെ എത്രത്തോളം പ്രശസ്തിയുണ്ട് എന്നുള്ളത്. Specifically, so people can learn about the physicians. They can consult and make an informed choice about their health care. Second, positive scores make the organization much more attractive options. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ സ്കോറുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതായത് പബ്ലിക്കിന്റെയും നിലപാടുകളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി തീർച്ചയായിട്ടും പീപ്പിൾസ് ക്യാൻ ലേൺ അബൌട്ട് ദ ഫിസിഷ്യൻ അല്ലെ, പീപ്പിൾസ് എങ്ങനെയാണ് അവരുടെ അനുഭവങ്ങൾ ഫിസിഷ്യനുമായിട്ട് അല്ലെ, അവരെ കൺസൾട്ടന്റുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അവിടെ പങ്കുവയ്ക്കുന്നു. ആൻഡ് മേക്ക് ആൻ ഇൻഫോർംഡ് ചോയ്സ് അബൌട്ട് ദെയർ ഹെൽത്ത് കെയർ അല്ലെ, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ഇന്ന കാര്യങ്ങളൊക്കെ ചോയ്സ് ചെയ്യണമെന്നൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ അതുപോലെ തന്നെ പോസിറ്റീവ് സ്കോർസ് മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ് അല്ലെ, അവിടെ അവരിൽ നിന്നും ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ കൃത്യമായിട്ട് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. Additionally,
hospitals can utilize an automated message to ask the patients for repeat after their appointments. Okay, നമുക്കറിയാം നവഡേയ്സുകളിലൊക്കെ കുറച്ചും കൂടി ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് അല്ലെ അവരുടെ സേവനങ്ങൾ കൈപ്പറ്റിയ പേഷ്യൻസിൽ നിന്ന് മെസ്സേജുകളൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ കൃത്യമായിട്ട് നേടിയെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വിത്ത് ഹെൽപ്പ് ഓഫ് അല്ലെ നമുക്കറിയാം ഫോൺ വഴിയൊക്കെ അല്ലെ നമുക്ക് തീർച്ചയായിട്ടും മെസ്സേജുകൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. Some programs involve follow-up questions with an easy to follow links to ask a contact patient to leave review on hospital Google business profile or other platform. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ നഴ്സുമാരുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു, ഡോക്ടേഴ്സിന്റെ സേവനം എങ്ങനെയായിരുന്നു, എക്യുപ്മെന്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിരുന്നു, ക്ലീനിങ് കാര്യങ്ങൾ അല്ലെ എല്ലാത്തിനെയും കുറിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് രേഖപ്പെടുത്താനുള്ളത് നമ്മൾ നേരത്തെ കണ്ടത് ആ രീതിയിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. Then and finally, happy patients will suggest the hospital to friends and the family when it comes to referral word of mouth is a gold standard. Okay, ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെപ്യൂട്ടേഷന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസിന്റെ സ്വന്തം വായ കൊണ്ട് തന്നെ നല്ലതാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നത് അല്ലെ, അവരുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ അറിയിക്കുക. അതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്തം. അതായത് പ്രശസ്തി എന്ന് നേടിയെടുക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസ് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്യുന്ന നല്ല അനുഭവം. അത് എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്, ഏതരത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കും നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്? ആരായിരിക്കും നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്? അൺസാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആയിരിക്കും, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആയിരിക്കും. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ്. ഓക്കെ, നമുക്കറിയാം സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആയിരിക്കും നല്ല അനുഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ റെപ്യൂട്ടേഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. USA അംഗീകരിച്ചിട്ടുള്ള ഒരു സ്കോർ അല്ലെ, ഇതിന് അവിടെ വിഭവങ്ങൾ വെച്ചിട്ടുള്ള സ്കോറുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ രീതിയിൽ റെപ്യൂട്ടേഷൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ സിസ്റ്റം അനുസരിച്ചിട്ടൊക്കെ പേഷ്യൻസിന് കൃത്യമായിട്ട് ഓരോ റാങ്കിങ് സർവേ നടത്തി അവരുടെ റെപ്യൂട്ടേഷൻ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് സാധിക്കാം. പക്ഷെ ഏറ്റവും നല്ലൊരു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സ്വന്തം വേർഡ്സ് ഓഫ് മൗത്ത് അല്ലെ, അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. സ്വന്തം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് സ്വന്തം വായ കൊണ്ട് തന്നെ മറ്റുള്ളവരെ അറിയിക്കാൻ സാധിക്കും. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്? Better clinical outcomes for patients. Okay, better clinical outcomes for patients. The standard satisfied patients are also normally more compliant, which may they are more probable to get better or actively manage chronic health issues. ഓക്കെ, നമുക്കറിയാം അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലും അവരും കുറച്ചും കൂടി കംപ്ലൈന്റും പറയാൻ സാധ്യതയാണ്. പക്ഷെ അവർക്ക് ഈ ഹോസ്പിറ്റലിൽ വിട്ടു പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെ, ഈ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ കുറച്ച് ഫെസിലിറ്റി കുറവുണ്ടെങ്കിൽ അവർ വീണ്ടും കംപ്ലൈന്റ് ആയിട്ട് പറയും നിങ്ങൾക്ക് അതും കൂടി കൂട്ടിയാൽ എന്താ പ്രശ്നം അല്ലെ. നമുക്ക് കുറച്ചും കൂടി മടുപ്പുള്ളപ്പോ അവിടെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നാ മറ്റു സേവനങ്ങൾ കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂടി ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു കംപ്ലൈന്റ് അവർ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ, ശരിയല്ലേ? താല്പര്യമുള്ള പ്ലേസുകളിൽ നിന്ന് വിട്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ എന്നാൽ പുതുമ നിറഞ്ഞ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് അപ്പൊ ആ പുതുമയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് തന്നെയാണ് അവിടെയും പറയുന്നത്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ്, വിച്ച് മീൻസ് ദേ ആർ മോർ probable to get a better or effectively manage chronic health issues. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ തന്നെ വരാനായിട്ട് അവര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതൊക്കെ തീർച്ചയായിട്ടും കംപ്ലൈൻസ് ഒക്കെ പറയും. Consequently, they feel better and like hospital treatment
And care makes a difference to their well-being and quality of life. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അത് അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നല്ലൊരു രീതിയിൽ അവലംബിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചുകൂടി ജീവിത നിലവാരമൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ പേഷ്യൻസിന്റെ കുറച്ചും കൂടി കെയർ അതിന് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. This also leads them to remain loyal to the hospital and show up for their appointments, generating a cycle of patient satisfaction benefits. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് അവർ വീണ്ടും വന്ന് ഇവിടെ തന്നെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അത് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ കുറച്ചും കൂടി ബെറ്റർ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അതിനെ നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാകണമെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഹാപ്പിയായിരിക്കണം, എങ്കിൽ മാത്രമേ നല്ല സേവനങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം വീണ്ടും നമ്മളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനായിട്ട് പല പല രീതിയിലൂടെ അത് സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയറല്ലേ പോയിന്റ്സുകളെല്ലാം? ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വേ ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ എന്താക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി അല്ലെ. അവിടെ ഹോസ്പിറ്റൽ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ വരുന്ന പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ്. How can patient satisfaction be improved? Highly effective strategies for enhancing patient satisfaction scores spans around creating an environment in which patients have a positive overall experience with all members of their medical team. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകില്ല അല്ലെ. നല്ലൊരു ഡോക്ടറുടെ സേവനം അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ അതുകൊണ്ട് മാത്രം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകും അല്ലെ. അവിടെ ഓവറോൾ നല്ലൊരു അനുഭവം എല്ലായിടത്തു നിന്നും വേണം അല്ലെ. ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നല്ല സംതൃപ്തി ആർക്ക് ഉണ്ടായിരിക്കണം? പേഷ്യന്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഫലപ്രദമായിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് അല്ലെ തന്ത്രപരമായ രീതിയിലൂടെ മാത്രമാണ് അവിടെ വരുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷങ്ങൾ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം എന്താണ്, ഓവറോൾ എക്സ്പീരിയൻസിൽ നിന്നാണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകുന്നത്. എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്നത്. ഒരൊറ്റ അനുഭവത്തിൽ നിന്ന് മാത്രം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. ഓക്കെ, അവിടെ ജസ്റ്റ് പറയുന്നുണ്ട് ക്രിയേറ്റീവ് വേ ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. 8 പ്രധാനമായിട്ടുള്ള കാര്യങ്ങളോട് ഇവിടെ നിർദ്ദേശിക്കുന്നു. എന്താണ് ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ടുള്ള 8 ക്രിയേറ്റീവ് വഴികളാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എൻഷുർ ടൈംലി ഫോളോ അപ്സ്. അതായത് ഫോളോ അപ്പ് എന്താണ് കൃത്യമായിട്ട് അല്ലെ സമയാസമൃദ്ധമായിട്ട് തുടർന്ന് കൃത്യമായിട്ട് തന്നെ ഒരു ഫോളോ അപ്പ് ഉണ്ട് എന്ന് ഉറപ്പാണ്. വരുന്ന പേഷ്യൻസിന് വരുന്ന വഴി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റയടിക്ക് പറഞ്ഞിരിക്കുകയാണ് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ തിരിച്ചു പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. എല്ലാ ഫോളോ അപ്പ് ഒക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ മുൻകൂട്ടി അവരോട് അറിയിച്ചിട്ട് തന്നെ ഇന്ന് നിങ്ങൾ നെക്സ്റ്റ് ടൈമിൽ വരേണ്ടതാണ്, ഇന്ന വീക്കിൽ വരേണ്ടതാണ്, ഇത് മാറിയില്ലെങ്കിൽ വരേണ്ടതാണ് അല്ലെ. അങ്ങനെയുള്ള ഒരു ഫോളോ അപ്പ് അവിടെ ഉറപ്പാക്കണം. Focus on communication between providers and patients. പേഷ്യൻസും പ്രൊവൈഡേഴ്സും അല്ലെ അവിടെ ആരാണോ പേഷ്യൻസിന് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള ദാതാക്കൾ അല്ലെ
അവിടെ തീർച്ചയായിട്ടും അവർ തമ്മിൽ നല്ലൊരു ബന്ധം അല്ലെ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു ആശയവിനിമയമാണ്. കാരണം പേഷ്യൻസ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കണം പേഷ്യൻസിനോട് ഡീൽ ചെയ്യുന്നത്. എങ്കിൽ മാത്രമാണ് അവർ സാറ്റിസ്ഫൈഡ് ആകുന്നത്. ഓക്കെ, മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യന്റ്. പേഷ്യന്റിനോട് ഒരു തുറന്ന സമീപനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കണം. പല കാര്യങ്ങളും കുട്ടി തുറന്ന് അവര് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തുറന്ന നിലപാടാണ്. അവര് സംശയങ്ങളും അത് ഉൾക്കൊണ്ടേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അവരോടൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് സാധിക്കണം. Then prioritize short wait times. നമുക്കറിയാം, ഡോക്ടറിനെ ജസ്റ്റ് കാണാൻ വരുന്ന അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, അവിടെ മുതൽ പേഷ്യൻസ് നമ്മുടെ കസ്റ്റമറാണ് അല്ലെ, ആ ഹോസ്പിറ്റലിലെ കസ്റ്റമറാണ്. സോ അങ്ങനെ വരുമ്പോൾ ആ പേഷ്യൻസിനെ സംബന്ധിച്ച് സംതൃപ്തിയാക്കാനായിട്ട് എവിടെയും ഡിലേ വരരുത്. ജസ്റ്റ് ഡോക്ടറിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുമ്പോഴും അതിനുശേഷം ഇൻ കേസ് എന്തെങ്കിലും ചെക്കപ്പ് ഉണ്ടെങ്കിൽ ആ ചെക്കപ്പിന് പോകുമ്പോഴും അല്ലെങ്കിൽ ചെക്കപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ടുകളൊക്കെ കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുമ്പോഴും വീണ്ടും ഡോക്ടറെ കാണിക്കുമ്പോഴും അതിനപ്പുറം മെഡിസിൻസ് ഒക്കെ ഫാർമസിയിൽ നിന്നൊക്കെ കൃത്യമായിട്ട് മേടിക്കുമ്പോഴും എല്ലായിടത്തും തീർച്ചയായിട്ടും ഒരുപാട് ടൈം വേസ്റ്റ് ആകാതെ തന്നെ അവർക്ക് കാണണം. പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ് അല്ലെ, മുൻതൂക്കം കൊടുക്കേണ്ടത് എന്തിനാന്ന് പറയുന്നു, ഷോർട്ട് വെയിറ്റ് ടൈംസ് അല്ലെ, വെയിറ്റ് ചെയ്യുന്ന സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. നോക്കാം, strive to implement the procedures to educate the patients about the treatment plans. ഓക്കെ, വരുന്ന പേഷ്യൻസിന് ഓപ്പറേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ റേഡിയേഷനെ കുറിച്ചിട്ടോ അങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങളൊന്നും, ഡയാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അവർക്ക് ചിലപ്പോൾ അവയർനെസ് ഉണ്ടാവണമെന്നില്ല അല്ലെ. പേഷ്യൻസിന്റെ രോഗാവസ്ഥ എന്താണ്, എങ്ങനെയാണ് ഇതിന് പ്രതിവിധി ഉണ്ടാവുക, ആദ്യം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്, ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ കൃത്യമായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലെ, ബോധ്യമാക്കി കൊടുക്കണം. പ്രൊസീജിയേഴ്സ് ഒക്കെ ഏതൊക്കെ രീതിയിലൂടെയാണ്, നടപടിക്രമങ്ങളിലൂടെയാണ് ഈ ട്രീറ്റ്മെന്റിന് നമുക്ക് സുഖം പ്രാപിക്കാനായിട്ട് സാധിക്കുക, അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കി. Then utilize the feedback from patients to analyze the patient satisfaction matrix. ഓക്കെ, നമുക്കറിയാം ഇതെല്ലാം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഫീഡ്ബാക്കിലൂടെയും കളക്ട് ചെയ്യണം. അവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് അനലൈസ് ചെയ്യണം, വിലയിരുത്തണം. Then seventh point പറയുന്നത് implement a technological support system for greater facility efficiency. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോ നവഡേയ്സ് ടെക്നോളജിയുടെ കാലഘട്ടമാണ് അല്ലെ. എപ്പോഴും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധ്യമായ അവസ്ഥയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അതനുസരിച്ച് എംപ്ലോയീസിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണ്, നല്ല ഫെസിലിറ്റി, നല്ല ഒരു സൗകര്യത്തിന്റെ അനുഭവം പേഷ്യൻസിന് അതുവരെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഗ്രേറ്റർ ഫെസിലിറ്റി എഫിഷ്യൻസി, കാര്യക്ഷമമായിട്ടുള്ള ഓരോ സൗകര്യങ്ങള് അതുവഴി ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയിട്ട് പേഷ്യൻസിന് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Then improve the facility, environment and culture. സംസ്കാരം അല്ലെ, അവരുടെ ആ ഹോസ്പിറ്റലിന്റെ സംസ്കാര രീതി അനുസരിച്ചിട്ട് അത് മൊത്തത്തില് അല്ലെ നല്ല സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി തീർച്ചയായിട്ടും പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് പേഷ്യൻസിന് എല്ലാവർക്കും എല്ലാതരം അല്ലെ റെസ്റ്റ് ചെയ്യാൻ ഇരിപ്പിടം വേണമെന്നുണ്ടാവും അല്ലെ. എല്ലാതരം ഇപ്പോ നമുക്കറിയാം ഫോൺ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നവരാണെങ്കിൽ ചാർജ് ചെയ്യുന്ന സൗകര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾക്ക് അനുസരിച്ചിട്ട് പുതിയ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ എൻവയോൺമെന്റൽ കൾച്ചറായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴെന്താവും, പേഷ്യൻസ് അവരവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് അതിനോടൊപ്പം തന്നെ കുറെ ഡ്യൂട്ടികളൊക്കെ നിർവഹിക്കാനുണ്ടാവും. സോ അവര് മിക്കപ്പോഴും നമുക്കറിയാം മൊബൈലിനോട് ചേർന്ന വിധത്തിലാണ് അല്ലെ, ഇന്റർനെറ്റും നെറ്റും അല്ലെ ലാപ്പും ഒക്കെ ആയിട്ടായിരിക്കും അവര് ഇത് രീതിയിലേക്കൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം, അവൈലബിൾ ആണ്. സോ അങ്ങനെ വരുമ്പോഴാണ് പേഷ്യൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലെ. നമ്മുടെ ടൈം വേസ്റ്റ് ആവാതെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, എല്ലാവർക്കും ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അല്ലെ 8 കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് 8 കാര്യങ്ങൾ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ 8 കാര്യങ്ങൾ അവിടെ നടപ്പാക്കണം എന്ന് പറയുന്നത്?
ഇംപ്രൂവ് ചെയ്യാൻ അല്ലെ? അവര് എന്ത് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനാണ്? ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് ഇംപ്രൂവ് ചെയ്യാൻ. എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കണമെന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പാക്കണമെന്ന് പറയുന്നത്? ടൈമിലി കാര്യങ്ങൾ എടുത്തു പോകണമെന്ന് പറയുന്നു. നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് പറയുന്നു. തുറന്ന ഒരു സമീപനം കാഴ്ചവെക്കണമെന്ന് പറയുന്നു. വെയിറ്റ് ടൈംസ് ഒക്കെ അവിടെ പരമാവധി കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ദെൻ നല്ല ബോധവാന്മാരാക്കണം അല്ലെ? പേഷ്യൻസിനൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ദെൻ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ എഫക്റ്റീവായിട്ട് അല്ലെ നമ്മൾക്ക് എഫിഷ്യൻസി ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യണം. ഒപ്പം തന്നെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് സാംസ്കാരികമായ രീതിയിൽ പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ഉൾപ്പെടുത്തി പോകും. സോ ഇങ്ങനെ വരുമ്പോഴെന്താണ്? തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? രീതിയിൽ എന്തൊക്കെ ക്രിയേറ്റീവ് ബേസ് ആണെന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എന്താണ്? അതായത് ഈ പറഞ്ഞ ഡെവലപ്പ് അല്ലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പേഷ്യന്റിന് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് പറയുന്നുണ്ട്. എങ്ങനെ പേഴ്സണൽ ആയിട്ട് അവരെ കെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. റിപ്പോർട്ടുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്ത് പോകണമെന്ന് അല്ലെ? അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉയർത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ? ക്രിട്ടിക്കൽ വേസ് ഓഫ് ഏത് കാര്യങ്ങളും പറയുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളും കൂടി ഇവിടെ നിർദ്ദേശിച്ചു പോകുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡെവലപ്പ് റിപ്പോർട്ട്. അതായത് ടൈംലി ഫോളോ അപ്പ് എന്നൊക്കെ പറയുന്ന മാതിരി തന്നെയുള്ളതാണ്. അതായത് റിപ്പോർട്ട് എപ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. We are often guessing the way of a patient's ability to retain important clinical information, which include self-care and instructions. ഒരുപക്ഷെ നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവരുടെ വേദനയും പെട്ടെന്ന് വരുന്ന അല്ലെ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉത്കണ്ഠ ജിജ്ഞാസയോട് കൂടിയിട്ടായിരിക്കും ഓരോ പേഷ്യൻസും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. നമുക്കറിയാം നല്ല വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? പക്ഷെ കാണാനായിട്ട് വരുന്ന എല്ലാ പേഷ്യൻസും എന്തെങ്കിലും കാര്യം കൊണ്ട് അവർ ആൺപിള്ളായിരിക്കും അല്ലെ? ഡോക്ടറിന്റെ അടുത്ത് സേവനം തേടാൻ വരുന്ന പേഷ്യൻസ് എപ്പോഴും എന്തെങ്കിലും വയ്യായി കൊണ്ടാണ് അല്ലെ? അപ്പൊ അവർക്ക് എന്തെങ്കിലും ഉത്കണ്ഠയും പേരും ആകാംക്ഷയൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. സോ fear often gets in the way of a patient's ability to retain important clinical information, which includes self-care instructions. അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ പേടിക്കുന്ന വേണ്ട, ബ്ലഡ് ഒക്കെ നിന്നോട്ടോ നമുക്ക് ഇൻജെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അത് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങളുടെ തലനടക്കം മാറാനായിട്ട് അല്ലെ? അവിടെ തീർച്ചയായിട്ടും വരുന്ന പേഷ്യൻസിനോട് നല്ല അനുകമ്പയോട് കൂടിയിട്ട് ക്ലിനിക്കൽ ഇൻഫോർമേഷൻസ് പങ്കുവയ്ക്കാം. നിങ്ങൾ ഇന്ന രീതിയിൽ കെയർ ചെയ്താൽ മതി, ഇരുന്നാ മതി, അല്ലെങ്കിൽ അല്ലെ പേടിക്കേണ്ട. അവരെ സപ്പോർട്ടീവായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നുപെട്ട ആ ഒരു രീതിയിൽ ഒരു കെയർ കൊടുക്കുന്ന രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുക അല്ലെ? അവരോട് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്താ പറയുക, പ്രാക്ടീഷണേഴ്സ് who spend a few minutes engaging with the patients before starting their clinical treatment help set up a sense of trust with their patients. തീർച്ചയായിട്ടും നമുക്കറിയാം പരിചരണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നവര് ജസ്റ്റ് അവരെ ഒന്ന് ഉൾക്കൊള്ളുക, അവർക്കൊരു വിശ്വാസം കൊടുക്കുക. പറയും അല്ലെ, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെട്ടല്ലോ, നിങ്ങൾ പേടിക്കേണ്ട അല്ലെ, ഭയപ്പെടേണ്ട എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം അവരുടെ ഉള്ളിലേക്ക് ജസ്റ്റ് കുറച്ച് ഫ്യൂ മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് എൻഗേജ് ചെയ്യുക, മാറ്റിവെക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റ് ഓക്കെ ആണ് അല്ലെ? ഒരു പേടിയൊക്കെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ വിശ്വാസത്തിലൂടെ തന്നെ അവർക്ക് കൃത്യമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ അല്ലെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. Okay, by reducing their patients' fear early on, these healthcare professionals make sure that their patients are strengthened with the information they require to take the charge of their own health.
ഓക്കെ, അതിനുശേഷം അവരുടെ ഇൻഫോർമേഷൻസ്, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ, അതെല്ലാം തന്നെ രേഖപ്പെടുത്താനായിട്ട് കൃത്യമായിട്ട് ശ്രമിക്കുക. വരുന്ന പേഷ്യൻസ് ഭയങ്കര ദേഷ്യം വിഷമിച്ചൊക്കെ വരുമ്പോൾ ആ വരുന്ന കാര്യത്തോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുകൂടി പേടിച്ചവര് പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ റോങ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അതേസമയം നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ അവരോട് ബിഹേവ് ചെയ്യുക. ദെൻ അവരെ തരുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അവരെ വിശ്വാസത്തിലെടുത്ത് അവരോട് പറയാനുള്ള എല്ലാ ഇൻഫോർമേഷൻസും കൃത്യമായിട്ട് വെളിപ്പെടുത്താനായിട്ട് അവർ തയ്യാറാവും. തീർച്ചയായിട്ടും നമുക്കറിയാം, നല്ല രീതിയിലുള്ള റിപ്പോർട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു രീതി പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ക്ലിയറല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മേക്ക് ഇറ്റ് പേഴ്സണൽ. ഓക്കെ, അവിടെ പേഴ്സണൽ ആയിട്ട് നമുക്ക് നോക്കാം. Healthcare professionals who try to keep eye contact with their patients rather than looking at computer screen and the charts. Despite their dedication to the patient. Okay, നമുക്ക് നോക്കാം. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഡോക്ടറിന്റെ അടുത്തേക്ക് എന്നിട്ട് കൺസൾട്ടന്റ് ആയിട്ട് ചെല്ലുക അല്ലെ, ഡോക്ടറെ കാണാനായിട്ട് എത്തിപ്പെട്ടിരിക്കുക. അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഡോക്ടറിന്റെ അടുത്ത് എത്തിപ്പെടുന്നത്. അവിടെ തീർച്ചയായിട്ടും ഡോക്ടറും ഒരു നല്ല രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു പേഷ്യന്റിന്റെ ആയിട്ട് ഡീൽ ചെയ്യേണ്ടത്. അതായത് ഒരു ഐ കോണ്ടാക്ടിംഗിലും കൊടുക്കുക എന്ന് വെച്ചാൽ നേരെ ഒന്ന് നോക്കുക അല്ലെ, അവരോട് തീർച്ചയായിട്ടും നോക്കി ഇരിക്കൂ അല്ലെ. പൊതുവെ ഡോക്ടേഴ്സ് ഒക്കെ നല്ല സമീപനമുള്ള ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് അല്ലെ എന്താണ് വെൽക്കം ചെയ്യുന്ന ഒരു മനോഭാവം അവിടെ കാണിക്കും. അപ്പൊ അങ്ങനെ അവരോട് നല്ലൊരു മൈൻഡ് കൂടിയിട്ട് അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവിടെ അതനുസരിച്ചിട്ട് തന്നെ അവിടെ റിയാക്ട് ചെയ്യും, പേഷ്യൻസ് റിയാക്ട് ചെയ്യും അല്ലെ. അതിനുശേഷം ഇപ്പൊ നമുക്കറിയാം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. ഒരു കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് ചാർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, അപ്പോയിന്റ്മെന്റും അല്ലെ. അവരുടെ ഡീറ്റെയിൽസ് ഹിസ്റ്ററി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അതിൽ നോട്ട് ചെയ്തതെല്ലാം തന്നെ ഡോക്ടറിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. പക്ഷെ ജസ്റ്റ് ഡോക്ടറിന്റെ പേഷ്യന്റ് കയറുമ്പോൾ തന്നെ ആ കമ്പ്യൂട്ടറിൽ കയറി ആ കാര്യങ്ങൾ ഗ്രഹിക്കാനല്ല ഡോക്ടർ ശ്രമിക്കുന്നത്. പിന്നെ എന്താ ശ്രമിക്കണമെന്ന് പറയുന്നത്, ആദ്യം തന്നെ പേഷ്യന്റിനെ ഒന്ന് ഐ കോണ്ടാക്ട് ചെയ്ത് വെൽക്കം ചെയ്തതിനു ശേഷം ഇരിക്കും അല്ലെ. അതിനുശേഷം അവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്ന് വാച്ച് ചെയ്യും. Okay, some practitioner may select to have a medical scribe in the room for this very reason, which allow them to listen with their eyes while the scribes take notes. ചില ഹോസ്പിറ്റലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെന്നാൽ നമുക്ക് അറിയാൻ സാധിക്കും, കുറച്ചും കൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള വർക്കുകൾ അല്ലെ, കമ്പ്യൂട്ടറുമായി സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ അവർ അസിസ്റ്റ് ചെയ്യും. കണ്ടിട്ടുണ്ടോ? ഡോക്ടർമാരോടൊപ്പം തന്നെ റൂമില് അവരുടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സ്ക്രൈബിനെ അവര് നിയുക്തമാക്കിയിട്ടുണ്ടോ അല്ലേ? ഓക്കെ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, പേഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് തന്നെ സ്വയം ഡീൽ ചെയ്യണം, അതുകൊണ്ട് ചോദിച്ചറിയാനും കാര്യങ്ങളൊക്കെ. ഈ സ്ക്രൈബ് ആയിരിക്കും കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന പേഷ്യന്റ് ആണ്, ഇത്ര ഏജ് ആണ്, ആളിന്റെ മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ട്, പിന്നെ ഹിസ്റ്ററീസ് ഉള്ള പേഷ്യന്റ് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും അപ്പോൾ ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ പേഷ്യൻസിൽ നിന്നും ഐ കോണ്ടാക്ട് വഴി കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ പേഷ്യന്റ് വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് കമ്പ്യൂട്ടറിൽ മാത്രം നോക്കി നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഡോക്ടറിനേക്കാളും നല്ലൊരു അനുഭവമായിരിക്കും പേഷ്യന്റിന് ഉണ്ടാകുക അല്ലെ, ശരിയല്ലേ? ആണോ? നല്ലൊരു അനുഭവം ഉണ്ടാവില്ലേ? ഉണ്ടാവും. കാരണം അവരായിട്ട് നേരിട്ട് ഒരു സംവാദത്തിൽ അല്ലെ ഒരു കമ്മ്യൂണിക്കേഷനിൽ എത്തിപ്പെടാൻ ഇതുകൊണ്ട് സാധിക്കുന്നത് കൊണ്ടാണ്. വീണ്ടും നോക്കാം, ഇതാണ് ഇവിടെ പറയുന്നത്. Saying patients and may also help individualize and personalize the patient experience, like does asking questions like what others you do. Okay, നമുക്കറിയാം നല്ല സ്വാധീനിപ്പിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവര് പേരൊക്കെ ജസ്റ്റ് അല്ലെ അവിടെ ജസ്റ്റ് ഒന്ന് കുറച്ചും ഒരു ചെറിയ രീതിയിലെങ്കിലും ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിലെങ്കിലും അവിടെ കൃത്യമായിട്ട് തന്നെ അല്ലെ അവിടെ അവർക്ക് കേൾക്കുന്ന രീതിയിൽ തന്നെ അവരെ ജസ്റ്റ് പേരും കൂടെ വിളിച്ചിട്ടായിരിക്കും അവരെ രോഗവിവരങ്ങളൊക്കെ തിരക്കുന്നത്.
മാറ്റേഴ്സ് യു ടു അല്ലെ, നിങ്ങളുടെ മാറ്റർ എന്താണ്, എന്താണ് പ്രശ്നം അല്ലെ, ഇപ്പൊ പേരുകളാണെങ്കിൽ എന്താ എൽസി അല്ലെ, എന്താ പ്രശ്നം, എന്താണ്, എന്ന് മുതൽ സംഭവിച്ചു, ഇത്ര ക്ഷീണം വരാനായിട്ട് കാര്യമുണ്ടോ അല്ലെ, അവർക്ക് അറിയാവുന്ന ഭാഷയിൽ തന്നെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു മനോഭാവമുണ്ട്. ഓക്കെ, അതാണ് മേക്ക് ഇറ്റ് പേഴ്സണൽ എന്ന് പറയുന്നത്. സ്വതന്ത്രമായിട്ട് തുറന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി അവിടെ രൂപപ്പെടുത്തി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ്. ഓക്കെ അല്ലേ, ശരിയാണോ? പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ അങ്ങനെ വരുമ്പോഴ്? ആയിരിക്കില്ലേ? അതല്ല, അവര് കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിട്ട് പേഷ്യന്റ് അവിടെ ഇരിക്കുന്നു, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവര് കമ്പ്യൂട്ടറിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് അത്യാവശ്യം ഫെസിലിറ്റി സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പേഷ്യൻസിന് ഇങ്ങനെയൊക്കെയുള്ള ഒരു അസിസ്റ്റന്റിനെയൊക്കെ നിയമിക്കാനായിട്ട് പറ്റുന്നത്. ചില ചെറിയ ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ഇതെല്ലാം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ചിലപ്പോൾ ഒരു ഡോക്ടറോടൊപ്പം തന്നെ ആയിരിക്കും അത് സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ കൂടി പേഷ്യന്റിനെ ഒന്ന് ജസ്റ്റ് ആയി കോൺടാക്ട് ചെയ്ത് അവരോട് വിവരങ്ങൾ തിരക്കാനായിട്ട് കാണിക്കുന്ന മനോഭാവം തീർച്ചയായിട്ടും പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ടാണ് സാധ്യത. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലേ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇതാണ് അടുത്ത പോയിന്റ് പറയുന്നത്, എൻഷുർ ക്ലീൻ ലൈൻസ്, സോറി, എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. ഓക്കെ, പേഷ്യന്റിനെ ബോധവൽക്കരിക്കുക. എന്താണ് കാര്യങ്ങൾ പറയുന്നത്? റിസീവിംഗ് എ low diagnosis or an updated to an existing one can be fearsome. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ രോഗനിർണയ കാര്യങ്ങളൊക്കെ, ഓക്കെ, അവരുടെ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പീഡിപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതായത് രോഗാവസ്ഥയൊക്കെ ചിലപ്പോൾ കാഠിന്യമുള്ളതൊക്കെ ആയിരിക്കാം. യൂസ് ഓഫ് എ നോൺ മെഡിക്കൽ ലാംഗ്വേജ് ആൻഡ് ടീച്ച് ബാക്ക് മെത്തേഡ്സ് ഹെൽപ്പ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻക്രീസ് പേഷ്യൻസ് ഗ്രാസ്പിംഗ് ഓഫ് ദിയർ ഹെൽത്ത് കണ്ടീഷൻ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള ബെറ്റർ കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് ചിലപ്പോൾ അതൊന്നും മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നവരില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർക്ക് അതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ആൻഡ് ഇംഗ്ലീഷ് പേഷ്യൻസ് ഗ്രാസ്പിംഗ് ഓഫ് ദിയർ ഹെൽത്ത് കണ്ടീഷൻ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല, ഇന്ന രീതിയിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ വിധേയമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും. ആദ്യം മരുന്ന് കഴിച്ചു നോക്കാം, ഓക്കെ, അത് കുറഞ്ഞില്ലെങ്കിൽ മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി. അങ്ങനെയുള്ള നല്ല രീതിയിൽ തന്നെ അവർക്ക് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. Providing patient with written documentation that they can take home with them is also of importance and will help further lessen feelings of confusion or unease. Okay, അതായത് ഇൻകേസ് ചിലപ്പോൾ വേണമെങ്കിൽ പേഷ്യൻസ് അല്ലെ ആ ടൈമിൽ ഭയങ്കര നമ്മൾ പറഞ്ഞ അൺവെല്ലായിട്ടുള്ള ടൈമാണ്. സോ അപ്പൊ അവർക്ക് പറഞ്ഞാലൊന്നും ചിലപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലേ, ടൈമാണ്. സോ അങ്ങനെ വരുമ്പോൾ ഡോക്ടറിന് വേണമെങ്കിൽ ചെറിയ രീതിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ മെഡിസിൻ കഴിക്കാം, അതിനുശേഷം കുറഞ്ഞില്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ടാബ്ലറ്റ് കൂടി നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷമാണ് നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അത് പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മാറിയില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആഫ്റ്റർ ഒക്കെ അല്ലെ കാര്യങ്ങളൊക്കെ നമുക്ക് നടപടികളിലേക്കൊക്കെ കടക്കാം. സോ ഇങ്ങനെ പെട്ടെന്നായിട്ടും അവരെ എഴുതി കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? രോഗിക്ക് ഡോക്ടറുമായിട്ട് നല്ലൊരു വിശ്വാസം അല്ലെ, നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റും. നേരെ കൂട്ടി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അവരുടെ കൺഫ്യൂഷനുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി അവർ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. രോഗിയെ സംബന്ധിച്ച് ഹാപ്പിയായ കാര്യമല്ലേ ആണോ? യെസ്. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വളരെ സന്തോഷവാനായിട്ട് അല്ലെ, വലിയ കുഴപ്പമില്ലാതെ നമുക്കറിയാം. ഓക്കെ, ആദ്യം തന്നെ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുള്ളൂ എന്നുള്ള മനോഭാവത്തിൽ തന്നെ നമുക്ക് അല്ലെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പേഷ്യൻസ് തയ്യാറാവും, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവും. Generate a positive patient experience by teaching the patients about their health and how to measure it. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും അവിടെ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് നൽകുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് അവർക്ക് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ഹൗ ടു മെഷർ ഇല്ലേ, അതിലാണ് അവര് പക്വത നേടേണ്ടത്. തീർച്ചയായിട്ടും ഹെൽത്ത് പ്രൊവൈഡേഴ്സ് കൃത്യമായിട്ട് തന്നെ ഈ രീതികളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും.
അല്ലെ? അല്ലാതെ നമ്മൾ കുറച്ച് ഗ്രൂപ്പുകൾ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ആരാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞാൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിനൊന്നും മനസ്സിലാക്കാം. അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, എഴുതുന്ന കാര്യത്തും അവര് കൃത്യത വരുത്താതെയാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പേഷ്യന്റ് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് പോയിട്ട് നെക്സ്റ്റ് ടൈം വേറെ ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പേഷ്യൻസ് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതി അവലംബിക്കണം. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് മാത്രമല്ല വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ അല്ലെങ്കിൽ നോട്ട് ചെയ്തൊക്കെ കൊടുത്തു വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഹാപ്പി ആയിരിക്കും. Then helping the patient understand how their body works and by making a certain choice can enhance or detract from their health gives them informed agency over their bodies. ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം സർട്ടൻ ചോയ്സുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സ്വന്തം ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ഏതൊക്കെ കൃത്യമായിട്ട് ചിലപ്പോൾ ആണെങ്കിൽ ഡയറ്റും കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് അവരോട് കൃത്യമായിട്ട് നിർദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യന്റിന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. വേറെ ഏതെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ട് അല്ലെ? നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻ വേണമെങ്കിൽ ആവാം, പക്ഷെ അതിന് മുമ്പ് മെഡിസിൻ കഴിച്ച് നോക്കാം. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കണം. Okay, they feel like the hospital is their partner in health instead of another person telling them what they should be doing differently. തീർച്ചയായിട്ടും അവരവരുടെ ഫീലിങ്സ്, അനുഭവങ്ങൾ അല്ലെ, എന്നുള്ള മറ്റു ഹോസ്പിറ്റലിൽ നിന്നുള്ള അനുഭവത്തിന്റെ വ്യത്യസ്തത എന്താണെന്ന് തീർച്ചയായിട്ടും അവരെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യും. കാരണം എന്തുകൊണ്ട് അവർക്ക് നല്ല അനുഭവങ്ങളാണ് ഈ ഡോക്ടറിൽ നിന്ന് അവൈലബിൾ ആകുന്നത്. അല്ലെ? പേഷ്യൻസിന് നല്ല തരത്തിലുള്ള അനുഭവങ്ങൾ അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലായിട്ടായിരിക്കും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നല്ല അനുഭവങ്ങൾ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലെ അധികൃതരും അല്ലെ അവരുടെ പ്രൊവൈഡേഴ്സും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവൈലബിൾ അല്ലേ? പേഷ്യന്റിന് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത് ഓക്കെയാണോ? ഓക്കെ, കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലൊക്കെ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാലും മനസ്സിലാവുന്ന രീതിയിലൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ദെൻ വ്യത്യസ്ത വഴികളുണ്ടെങ്കിൽ അത് നിർദ്ദേശിച്ച് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. ദെൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അതെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ടൈമിൽ എടുക്കാം. കുറച്ച് പോയിന്റ്സ് കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ എടുത്ത് അവസാനിപ്പിക്കാം. ഒപ്പം തന്നെ നമുക്ക് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ കൂടെ. ഓക്കെ, താങ്ക് യു.